So അടുത്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഡയഗ്രാം വെൻ ദ ഫോളോവർ മൂവ്സ് വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഒരു ഫോളോവർ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി, ആക്സിലറേഷൻ ഡയഗ്രാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം നമുക്ക് ഫോളോവർ simple harmonic motionil when the follower moves with a simple harmonic motion, the displacement diagram is obtained as shown in figure. ഈ രീതിയിലായിരിക്കും നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം കിട്ടുന്നത്. സോ ഇതെങ്ങനെ വരയ്ക്കും എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിൻ്റെ പ്രോബ്ലം വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. തൽക്കാലം ഈ രീതിയിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് നിങ്ങൾ ആ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് വരയ്ക്കേണ്ട മെത്തേഡ് എന്താണെന്ന് പിടികിട്ടും. തൽക്കാലം ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ഈ രീതിയിലാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. So this is the displacement diagram and this is the velocity diagram and this is the acceleration diagram. Okay, so ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഔട്ട് സ്ട്രോക്ക് എന്ന് വെച്ചാൽ ഫോളോവർ നോർമൽ പൊസിഷൻ, താഴെയുള്ള പൊസിഷനിൽ നിന്നും മുകളിലോട്ട് പോകുന്ന പൊസിഷനാണ് ഔട്ട് സ്ട്രോക്ക് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത്. സോ ഈ രീതിയിലായിരിക്കും നമുക്ക് ഔട്ട് സ്ട്രോക്ക് കിട്ടുന്നത്. പിന്നെ ഒരു ഡ്വെൽ പീരീഡ് ഉണ്ട്. ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഫോളോവറിന് ഒരു മോഷൻ സംഭവിക്കുന്നില്ല. പിന്നെ ഒരു റിട്ടേൺ സ്ട്രോക്ക് ഉണ്ട്. ആ റിട്ടേൺ സ്ട്രോക്കിലാണ് മുകളിലായിരുന്ന ഫോളോവർ പയ്യെ താഴോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ ഇതെല്ലാം ഈ ഔട്ട് സ്ട്രോക്ക്, ഡെല്ല്, റിട്ടേൺ സ്ട്രോക്ക് ഇതെല്ലാം എല്ലാ ടൈപ്പ് ഓഫ് മോഷൻസിലും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ നമ്മുടെ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആദ്യം ഔട്ട് സ്ട്രോക്ക് സംഭവിക്കും. സോ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഫോളോവർ, താഴെയായിരുന്ന ഫോളോവർ പയ്യെ മുകളിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഡ്വെൽ പീരീഡാണ്. ഡ്വെൽ പീരീഡിൻ്റെ സമയത്ത് ക്യാം റൊട്ടേറ്റ് ചെയ്താലും ഫോളോവറിന് ഒരു തരത്തിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നില്ല. ദെൻ ആഫ്റ്റർവേഡ്സ് ദ റിട്ടേൺ സ്ട്രോക്ക് ഹാപ്പൻ. റിട്ടേൺ സ്ട്രോക്കിൽ സംഭവിക്കുന്നത് ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് പിന്നെ ഫോളോവർ മുകളിലത്തെ ഹൈറ്റിലിരുന്ന ഫോളോവർ പയ്യെ താഴോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ വെലോസിറ്റി ഡയഗ്രാം ഈ രീതിയിലാണ് കിട്ടുന്നത്. അതിൻ്റെ ആക്സിലറേഷൻ ഡയഗ്രാം ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഡയഗ്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ സിമ്പിൾ ഹാർമോണിക് മോഷൻ സംഭവിക്കുന്ന സമയത്ത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ, വെലോസിറ്റിയുടെ ഇക്വേഷൻ, ആക്സിലറേഷൻ്റെ ഇക്വേഷൻ, ഈ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. When a particle moves on a circular path with a uniform velocity, its projection on the diameter will make simple harmonic motion. ഉദാഹരണത്തിന് ഇത് കണ്ടോ, ഇതൊരു സർക്കുലർ പാത്താണ്. ഈ ഒരു സർക്കുലർ പാത്തിൽ കൂടെ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ യൂണിഫോം ആയിട്ടുള്ള വെലോസിറ്റിയിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനീഷ്യലി ആ പാർട്ടിക്കിൾ എയിലായിരുന്നു, അതിനുശേഷം ആ പാർട്ടിക്കിൾ ബിയിലോട്ട് വന്നു, അല്ലേ? സോ ഈ പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു സർക്കുലർ പാത്തിൽ, ഒരു യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് പ്രൊജക്ഷൻ ഓൺ ദ ഡയമീറ്റർ വിൽ മേക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സോ ഇങ്ങനെ ഒരു സർക്കുലർ പാത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ ഡി തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസാണ് ഡയമീറ്റർ. സോ നമ്മൾ ഈ ഒരു സർക്കുലർ പാത്തിൽ ഇപ്പോൾ എയിലായിരുന്ന ആ പാർട്ടിക്കിൾ പയ്യെ ബിയിലോട്ട് മൂവ് ചെയ്തു. ആ സമയത്ത് അതിൻ്റെ ആ ഒരു പ്രൊജക്ഷൻ നമ്മൾ ഈ ഡയമീറ്ററിലോട്ട് വരയ്ക്കുവാണെങ്കിൽ, ഈ ഡയമീറ്റർ എന്ന് വെച്ചാൽ ഏതാ, ഡി എ ആണ് അതിൻ്റെ ഡയമീറ്റർ. സോ ഈ പാർട്ടിക്കിൾ ബിയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻ നമ്മൾ ഈ ഡയമീറ്ററിലോട്ട് വരയ്ക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ വരയ്ക്കുന്നത്, ഡിയിൽ നിന്ന് നമ്മൾ ഒരു ലൈൻ വരച്ച്, അപ്പോൾ നമുക്ക് ഈ പോയിൻ്റ് ഇവിടെ കിട്ടുന്നു. ആ പോയിൻ്റ് ഞാൻ സി എന്ന് പറഞ്ഞ് ചുമ്മാ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ സി എന്ന് പറയുന്ന പോയിൻ്റ് ആക്ച്വലി ഈ പോയിൻ്റ് ബിയുടെ പ്രൊജക്ഷനാണ്. ഈ ഡയമീറ്ററിലോട്ട് ഞാൻ ഈ പോയിൻ്റ് ബി എ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ പോയിൻ്റാണ് സി എ. സോ സി എന്ന് പറയുന്നത് ആക്ച്വലി ഈ ബി എന്നുള്ള പോയിൻറ്റിൻ്റെ പ്രൊജക്ഷനാണ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ഇറ്റ്സ് പ്രൊജക്ഷൻ ഓൺ ദ ഡയമീറ്റർ വിൽ മേക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വെച്ചാൽ ഇത്രയും നോക്കിയാൽ മതി. ഇനിഷ്യലി പാർട്ടിക്കിൾ എയിലായിരുന്നു, അതിനുശേഷം പാർട്ടിക്കിൾ ബിയിലോട്ട് വന്നപ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ പ്രൊജക്ഷൻ നമ്മൾ വരച്ചപ്പോൾ നമുക്ക് ആ പ്രൊജക്ഷൻ സി എന്നൊരു പോയിൻ്റ് കിട്ടി, അല്ലേ? സോ ഈ പാർട്ടിക്കിളിനെ നമ്മുടെ ലീനിയറായിട്ട് ഹൈറ്റ് മെഷർ ചെയ്ത് നോക്കുവാണെങ്കിൽ എയിൽ നിന്നും സിയിലോട്ടാണ്. ഇനിഷ്യലി എയിലായിരുന്നു, പിന്നെ അതിനുശേഷം അതിൻ്റെ ഹൈറ്റ് സിയിലോട്ട് വന്നു. സോ ഇവിടെ ഒരു വൈ ഡിസ്റ്റൻസിൽ, ശരിക്കും പറഞ്ഞാൽ ഒരു ലീനിയറായിട്ടൊരു വൈ ഡിസ്റ്റൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്, ശരിയല്ലേ? സോ ഈ വൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഡയമീറ്ററിൽ, ഈ ഡി എ എന്നുള്ള ഡയമീറ്റർ ശരിക്കും പറഞ്ഞാൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫോളോവറിനുണ്ടാകുന്ന ലിഫ്റ്റാണ് ഈ ഡി എ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, ഈ ക്യാമറ റൊട്ടേറ്റ് ചെയ്ത് ഫോളോവറിനെ തട്ടുമ്പം ഇനിഷ്യലി താഴെ ഇരുന്ന ഫോളോവർ പയ്യെ മൂവ് ചെയ്ത് അതിൻ്റെ മാക്സിമം ഹൈറ്റിൽ എത്തുന്നു.
അതിനെയാണ് നമ്മൾ ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഇനിഷ്യൽ ഫോളോവർ ഇനിഷ്യലി ഇരുന്ന പൊസിഷനിൽ നിന്നും അതിൻ്റെ മാക്സിമം പൊസിഷനിലോട്ട് എത്തുന്നു. ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ ലിഫ്റ്റ് എന്ന് പറയുന്നു. സോ നമ്മുടെ ഈ ഡയമീറ്റർ DA എന്നുള്ള ഡയമീറ്റർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോളോവറിൻ്റെ ലിഫ്റ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സോ ആ ലിഫ്റ്റാണ് ഇവിടെ X ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ഈ ഹാഫ് സർക്കിൾ നമ്മൾ വരച്ചിട്ടുണ്ട്, ഈ ഒരു സർക്കുലർ പാത്ത് വരച്ചിട്ടുണ്ട്. സോ ഈ വരച്ചിരിക്കുന്ന ഈ സർക്കുലർ പാത്ത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചതേ ഉള്ളൂ, അതാണ് ഇത് കാണിച്ചിരിക്കുന്നത്. സോ ഇതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഈ ഫോളോവർ മൂവ് ചെയ്യുന്ന മാക്സിമം ഡിസ്റ്റൻസ് കണ്ടോ, A തൊട്ട് ഈ U വരെയുള്ള ഫോളോവർ മൂവ് ചെയ്യുന്ന ഈ മാക്സിമം ഡിസ്റ്റൻസാണ് ലിഫ്റ്റ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഡെറിവേഷനിൽ കണ്ടതാണ്. സോ ഈ ഫോളോവറിനുണ്ടാകുന്ന ഈ ഒരു ലിഫ്റ്റ് ആണ് ഈ കണ്ടോ ഈ ഒരു ഡയമീറ്റർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എയിൽ നിന്നും ഈ യുയിലോട്ട് മൂവ് ചെയ്യുമ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോളോവർ ഈ 0 പൊസിഷനിൽ ഇരുന്ന ഫോളോവർ അത് മാക്സിമം ഹൈറ്റിലെത്തുന്നു, മാക്സിമം ലിഫ്റ്റിലെത്തുന്നു. സോ ദിസ് ലൈൻ റെപ്രസെൻറ്റ്സ് ദ മാക്സിമം ലിഫ്റ്റ് ഓഫ് ദ ഫോളോവർ. സോ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഒരു പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ, ആ സർക്കുലർ പാത്തിൽ ഒരു യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ നമ്മൾ ആ ഡയമീറ്ററിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് that the motion will be a simple harmonic motion. എന്ന് വെച്ചാൽ സിമ്പിൾ ഹാർമോണിക് മോഷനിലായിരിക്കും ആ ഒരു മോഷൻ നമുക്ക് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഈ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോളോവറിനുണ്ടാകുന്ന ലിഫ്റ്റാണ്. സോ ഫോളോവർ ഇനിഷ്യലി ഇവിടെ ആയിരുന്നിരുന്നത്, പിന്നെ ഫോളോവർ പയ്യെ ഇങ്ങോട്ട് വന്നു. ആ സമയത്ത് ഫോളോവർ ഇനിഷ്യലി എയിലായിരുന്നിരുന്നത്, പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ അത് സിയിലോട്ട് വന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് വേറൊരു പൊസിഷനിൽ എത്തുന്നു. അങ്ങനെ പയ്യെ നമ്മുടെ ക്യാം മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഫോളോവർ ഇങ്ങനെ ലീനിയർ ആയിട്ടുള്ള മോഷനാണ് നമുക്ക് കിട്ടുന്നത്. സോ ആ ഫോളോവറിൻ്റെ മോഷനാണ് നമുക്കിവിടെ മാർക്ക് ചെയ്യുന്നത്. ഈ AD എന്നുള്ള ഈ ഒരു ഡിസ്റ്റൻസ് നമ്മുടെ ഫോളോവറിൻ്റെ മാക്സിമം ലിഫ്റ്റാണ് ഈ AD ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. So the velocity of the projection will be maximum at the center of the circle and 0 at the diameter. സോ ഇത് പറയുന്ന പ്രകാരമാണെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് the velocity of the projection will be maximum at the center of the circle. സോ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ സെൻറ്ററിലായിരിക്കും ഏറ്റവും മാക്സിമം ആയിട്ടുള്ള വെലോസിറ്റി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, the velocity of the projection will be maximum at the center of the circle and 0 at the end diameter. സോ ഇവിടെയും ഏറ്റവും വെലോസിറ്റി മിനിമം ആയിരിക്കും, 0 വെലോസിറ്റി ആയിരിക്കും. In case of acceleration and retardation, the values will be 0 at the center and maximum at the ends of the diameter. So നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിതിൻ്റെ ഒരു ഡെറിവേഷനിലോട്ട് പോകാം. Let x represents the stroke or displacement of the follower. So ഈ x കൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഫോളോവറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ θA and θD represents the angle of ascent and angle of descent of the cam. എന്ന് വെച്ചാൽ θA എന്ന് വെച്ചാൽ ഇതാണ്, ഔട്ട് സ്ട്രോക്കിന് എടുക്കുന്ന ആംഗിളാണ് θA, റിട്ടേൺ സ്ട്രോക്കിന് എടുക്കുന്ന ആംഗിളാണ് θD. ഈ θAക്ക് നമ്മൾ ആംഗിൾ ഓഫ് അസെൻറ്റ് എന്ന് പറയും, θDക്ക് ആംഗിൾ ഓഫ് ഡിസെൻറ്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ദെൻ ഒമേഗ ഈസ് ദ ആംഗുലർ വെലോസിറ്റി ഓഫ് ദ ക്യാം. ഈ ക്യാമിൻ്റെ ആംഗുലർ വെലോസിറ്റി ഒമേഗ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ലെറ്റ് ദ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം A ആൻഡ് മൂവ്സ് ഓൺ എ സെമി സർക്കുലർ പാത്ത്. പാർട്ടിക്കിൾ എയിൽ നിന്ന് ട്രാവൽ ചെയ്തു ഒരു സെമി സർക്കുലർ പാത്തിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇറ്റ് റീച്ചസ് എ ന്യൂ പൊസിഷൻ B ഇൻ ടൈം T. ഇത് ബിയിലെത്താൻ എടുത്ത സമയം ഒരു ടൈം എടുത്താണ്, സെക്കൻഡ്സ് എടുത്താണ് ഇത് ബിയിലെത്തിയത്. സോ ദ പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ് B ഓൺ ദ ഡയമീറ്റർ AD ഈസ് C. സോ ഇതിൻ്റെ B എന്നുള്ള പോയിൻറ്റിൻ്റെ പ്രൊജക്ഷൻ നമ്മൾ വരച്ചപ്പോൾ അത് C എന്നുള്ള ഒരു പോയിൻറ്റ് നമുക്ക് കിട്ടി. ദ മോഷൻ ഓഫ് ദ ഫോളോവർ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദ പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ് B ഓൺ D. സോ നമ്മളെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞു വന്നതിൻ്റെ എല്ലാത്തിൻ്റെ രക്തചുരുക്കം എന്ന് പറയുന്നത് ദ മോഷൻ ഓഫ് ദ ഫോളോവർ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദ പ്രൊജക്ഷൻ ഓഫ് ദ പോയിൻറ്റ് B ഓൺ AD. സോ ഇവിടെ നമുക്ക് എങ്ങനെയാണോ C കിട്ടിയത് അല്ലേ, ഈ ഇത് കണ്ടോ, എയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്തപ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്തപ്പോൾ C കിട്ടി അല്ലേ. അടുത്തൊരു പൊസിഷൻ നോക്കിക്കുക, ബിയിൽ നിന്നും അടുത്ത് ഇപ്പോൾ വേറൊരു പൊസിഷനിലോട്ടെത്തി, ആ പൊസിഷനിൽ നിന്ന് നമ്മളിത് പ്രൊജക്റ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ വേറൊരു പൊസിഷൻ കിട്ടി. ഓക്കെ, സോ അങ്ങനെ നമ്മൾ പല പോയിൻറ്റുകൾ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നമുക്കിവിടെ ഓരോരോ പോയിൻറ്റ്സ് കിട്ടി. സോ ഇതിങ്ങനെ മൂവ് ചെയ്യാൻ എടുക്കുന്ന ആ സമയം അനുസരിച്ചാണ് നമുക്കിവിടെ ഈ ഫോളോവറിൻ്റെ ലിഫ്റ്റ് സംഭവിക്കുന്നത്. മനസ്സിലായല്ലോ? എയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്യാൻ ഒരു സമയം എടുത്തു, അപ്പോൾ അത് നമ്മൾ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് C കിട്ടി.
സോ നമ്മുടെ ഫോളോവർ എ തൊട്ട് സി വരെ മൂവ് ചെയ്യാൻ എടുത്ത സമയം എന്ന് പറയുന്നത് ഈ എ തൊട്ട് ബി വരെ മൂവ് ചെയ്യാൻ എടുത്ത സമയം തന്നെയാണ്. സോ അത്രയും സമയമെടുത്ത് ഇനിഷ്യലി റെസ്റ്റിലിരുന്ന ഫോളോവർ പയ്യെ മൂവ് ചെയ്ത് ഒരു ടൈം ടി, എയിൽ നിന്ന് ബിയിലോട്ടെത്താൻ ടൈം ടി സെക്കൻഡ്സാണ് എടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ ഫോളോവർ എയിൽ നിന്നും ഈ പാർട്ടിക്കിൾ എയിൽ നിന്നും ബിയിലോട്ട് മൂവ് ചെയ്യാൻ ടി സെക്കൻഡ്സ് എടുത്തു. അതുപോലെ നമ്മുടെ ഫോളോവർ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി, ഇനിഷ്യലി എയിലിരുന്ന ഫോളോവർ പയ്യെ സിയിലോട്ടെത്തി. ഈ സിയിലോട്ടെത്താൻ എടുത്ത സമയം ടി സെക്കൻഡ്സാണ്. ഓക്കെ, പിന്നെ അടുത്ത ഒരു പൊസിഷനിലോട്ട് ഫോളോവർ മൂവ് ചെയ്യുന്നു. അപ്പോൾ അത് അങ്ങോട്ടെത്താൻ എടുത്ത സമയം ചിലപ്പോൾ ഞാൻ T1 സെക്കൻഡ്സ് ആയിരിക്കും. പിന്നെ അത് അടുത്ത ഒരു പൊസിഷനിലോട്ട് മൂവ് ചെയ്യുന്നു. അത് അങ്ങോട്ടെത്താൻ എടുത്ത സമയം T2 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഈ രീതിയിൽ ഇവിടെ ഈ പാർട്ടിക്കിൾ ഇതിലോട്ട് മൂവ് ചെയ്യാൻ, ഈ പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യാൻ എടുക്കുന്ന സമയം എടുത്ത് തന്നെയാണ് നമുക്കിവിടെ ഈ ഫോളോവറിൻ്റെ മോഷൻ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മളിതിൽ അങ്ങനെ ഈ ഫോളോവറിൻ്റെ ഈ പൊസിഷൻ ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിനോട് സിമിലറായിട്ട് കിട്ടുന്ന കേസസ് കിട്ടുമ്പോഴാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ കിട്ടുന്നത്. സോ പറഞ്ഞു വന്നത് മോഷൻ ഓഫ് ദ ഫോളോവർ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദ പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ് ബി ഓൺ പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ് ബി ഓൺ എ ഡി. ഇവിടെ നമുക്ക് ഈ പോയിൻറ്റ് ബി നമ്മൾ എ ഡിയിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത പോലെയാണ് ഈ ഫോളോവർ പയ്യെ മൂവ് ചെയ്യുന്നത്. കണ്ടോ, എയിൽ നിന്ന് സിയിലോട്ട് പോയി, പിന്നെ അടുത്ത പൊസിഷൻ, അങ്ങനെ അതിൻ്റെ മാക്സിമം ലിഫ്റ്റിലോട്ട് എത്തുന്നു. മനസ്സിലായല്ലോ? സോ അങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് ആ ഫോളോവറിന് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സോ ഇനിയിപ്പോൾ അടുത്തത് കണ്ടുപിടിക്കാൻ പോകുന്നത്, നമ്മൾ ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമ്മളിനിയിപ്പോൾ അടുത്തതായിട്ട് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഫോളോവർ ഇങ്ങനെ മൂവ് ചെയ്ത് അത് മാക്സിമം ലിഫ്റ്റിലോട്ട് എത്തുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ വൈക്ക് ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്കൊരു കാര്യം അറിയാം. ടി ടൈമിൽ, അറ്റ് എനി ടൈം ടൈം ടി ആയിരുന്ന സമയത്ത്, ടി ടൈമിൽ നമ്മൾ എടുത്ത ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? എയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്യാൻ എടുത്ത സമയമാണ് ടി ടൈം. സോ ടി ടൈമിൽ മൂവ് ചെയ്തപ്പോൾ ഫോളോവറിന് സംഭവിച്ച ലിഫ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോളോവറിന് സംഭവിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? വൈ ഡിസ്പ്ലേസ്മെൻറ്റ് ടി ടൈം എടുക്കുമ്പോൾ അവിടെ സംഭവിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് വൈ ഡിസ്പ്ലേസ്മെൻറ്റാണ്. സോ നമുക്ക് ഈ വൈ കണ്ടുപിടിക്കണം. വൈ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് y ഈക്വൽ ടു AC മൈനസ് AO ആണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ y ഈസ് ഈക്വൽ ടു AC. y എന്ന് വെച്ചാൽ എന്തുവാ? y എന്ന് വെച്ചാൽ A തൊട്ട് C വരെയുള്ള ഡിസ്റ്റൻസാണ്. y ഈക്വൽ ടു AC. സോ ഇനി നമുക്ക് AC കണ്ടുപിടിക്കണം. AC കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? OA മൈനസ് OC, അത് ചെയ്താൽ മതി. y ഈക്വൽ ടു AC ഈസ് ഈക്വൽ ടു OA മൈനസ് OC എന്ന് നമുക്ക് എഴുതാം. സോ ഈ OAയുടെ വാല്യൂ എന്തുവാ? ഇത് ടോട്ടൽ x ആണെങ്കിൽ ഈ OAയുടെ വാല്യൂ x/2 ആണ്. സെൻറ്ററിൽ നിന്ന് A തൊട്ട് വരെയുള്ള ഡിസ്റ്റൻസ്. സോ ദാറ്റ് ഈസ് x/2 മൈനസ് OCയുടെ വാല്യൂ. OC എന്നുള്ള വാല്യൂ ഇത്രയും ഡിസ്റ്റൻസാണ്, O തൊട്ട് C വരെയുള്ള ഡിസ്റ്റൻസാണ്. സോ അതിനെ നമുക്ക് x/2 cos θ എന്ന് വേണേൽ എഴുതാം. കാര്യം ഇങ്ങോട്ട് x/2 ആണ് അല്ലേ, ഇത് ബീറ്റയാണ്. സോ വി ക്യാൻ റൈറ്റ് OC ഈസ് ഈക്വൽ ടു x/2 cos ബീറ്റ എന്ന് നമുക്ക് എഴുതാം. സോ ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് x/2 കോമൺ എടുക്കുന്നു. സോ x/2 ഇൻറ്റു 1 മൈനസ് കോസ് ബീറ്റ എന്ന് നമുക്ക് കിട്ടുന്നു. സോ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ. ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലാക്കാം. ഈ ബീറ്റ എന്നുള്ള ആംഗിള് ഈ എയിൽ നിന്നും ഈ പാർട്ടിക്കിൾ എയിൽ നിന്നും ഇങ്ങനെ ഈ ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്ത് ഡിയിലെത്തുമ്പോഴത്തേക്കും നമുക്ക് മാക്സിമം ലിഫ്റ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ ഈ ബീറ്റയുടെ വാല്യൂ 0യിൽ നിന്നും 180 ആയപ്പോഴാണ് മാക്സിമം ലിഫ്റ്റ് കിട്ടുന്നത്. മാക്സിമം ലിഫ്റ്റ് എന്ന് വെച്ചാൽ ഫോളോവർ ഏറ്റവും ലോവർ പൊസിഷനിൽ നിന്നും ഏറ്റവും ഹയർ ആയിട്ടുള്ള പൊസിഷനിലോട്ട് മൂവ് ചെയ്തു അല്ലേ. സോ നമുക്കൊന്ന് എഴുതാം. സോ വെൻ ബീറ്റ ചേഞ്ചസ് ടു 180 ഡിഗ്രി, സോ വെൻ ബീറ്റ ചേഞ്ചസ് ടു 180 ഡിഗ്രി, ഈ ബീറ്റയുടെ വാല്യൂ പൈ ആയപ്പോൾ ലിഫ്റ്റ് നടന്നു. ലിഫ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്
എക്സ് ഡിസ്റ്റൻസിലോട്ട് ലിഫ്റ്റ് നടന്നു. കണ്ടോ, ഇത് ഡിസ്റ്റൻസ് എക്സ് ആണ്. സോ ലിഫ്റ്റ് എക്സ് ഡിസ്റ്റൻസിൽ നമ്മുടെ ഫോളോവർ മൂവ് ചെയ്തു. ഫോളോവർ മൂവ് ചെയ്തപ്പോൾ നമ്മുടെ ക്യാമിൻ്റെ റൊട്ടേഷൻ എത്രയാണ്? കണ്ടോ, ഈ എയിൽ നിന്നും മാക്സിമം ഈ ഹൈറ്റ് ജിയിലോട്ട് മൂവ് ചെയ്തപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ ഫോർവേഡ് സ്ട്രോക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഔട്ട് സ്ട്രോക്ക്. ഈ ഔട്ട് സ്ട്രോക്കിൽ നോക്കിയാൽ മതി, ഫോളോവർ പയ്യെ ഇനിഷ്യലി ഇവിടെ ആയിരുന്നു, പിന്നെ ഓരോ ഇൻസ്റ്റൻസിൽ അത് മൂവ് ചെയ്ത് മാക്സിമം ഹൈറ്റിലെത്തി. സോ അതിൻ്റെ മാക്സിമം ഹൈറ്റിലെത്തി. ഈ ജി പൊസിഷനിലെത്തിയപ്പോഴാണ് മാക്സിമം ലിഫ്റ്റ് നടന്നത്. സോ അതിനടുത്ത് ഇൻ്റർവെൽ എന്ന് പറയുന്നത് തീറ്റ എ ആണ്. ഓക്കെ, സോ ക്യാമിൻ്റെ ആംഗിൾ ആ സമയത്ത് ക്യാം ആംഗിൾ തീറ്റ എ ആണ്. ഓക്കെ, സോ നമുക്ക് ഇത് വെച്ച് നമുക്കൊരു ബീറ്റായ്ക്ക് ഒരു എക്സ്പ്രഷൻ എഴുതണമെങ്കിൽ നമ്മളെങ്ങനെ എഴുതും? സോ തീറ്റ എ ക്യാം ആംഗിൾ തീറ്റയെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ബീറ്റയുടെ വാല്യൂ പൈ ആയി അല്ലേ? സോ ഈ ബീറ്റായ്ക്ക് നമുക്കൊരു എക്സ്പ്രഷൻ എഴുതണമെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം. therefore we can write beta as beta equal to pi by theta a into theta. എന്ന് വെച്ചാൽ ഇപ്പോൾ ബീറ്റയ്ക്ക് ഒരു എക്സ്പ്രഷൻ എഴുതണമെങ്കിൽ നമുക്കറിയാം തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പൈ ആംഗിളാണ് നമുക്ക് വരുന്നത്. ക്യാം ഇത്ര തീറ്റയെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ബീറ്റയുടെ വാല്യൂ പൈ ആകും. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, ക്യാമിന് ഒരു പർട്ടിക്കുലർ തീറ്റ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പർട്ടിക്കുലർ വാല്യൂ ഓഫ് ബീറ്റ എത്ര വരും എന്നുള്ളത് നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാം. ഇപ്പം തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബീറ്റയുടെ വാല്യൂ പൈ വന്നു അല്ലേ? ഇതെന്ന് വെച്ചാൽ ബീറ്റയുടെ വാല്യൂ ആണ്. തീറ്റയെ റൊട്ടേഷൻ ക്യാമിന് സംഭവിച്ചപ്പം ബീറ്റയുടെ വാല്യൂ പൈ ആയി, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബീറ്റയ്ക്ക് ഒരു എക്സ്പ്രഷൻ എഴുതണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ബീറ്റ എന്നുള്ള ഈ ടേമിന് ഒരു എക്സ്പ്രഷൻ എഴുതണമെങ്കിൽ വി ക്യാൻ റൈറ്റ് ബീറ്റ വിൽ ബി ഈക്വൽ ടു പൈ ബൈ തീറ്റ എ ഇൻറ്റു തീറ്റ എന്ന് നമുക്കതിനെ എഴുതാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. സോ therefore ബീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ തീറ്റ എ ഇൻറ്റു തീറ്റ എഴുതാൻ കാരണം എന്നാന്ന് വെച്ചാൽ ഈ തീറ്റ റൊട്ടേഷൻ നടന്നില്ലെങ്കിൽ ഇവിടെ ബീറ്റയ്ക്ക് വാല്യൂസ് വരത്തില്ല. ഇപ്പോൾ ഈ ക്യാമിന് റൊട്ടേഷൻ നടന്നാലേ ഫോളോവർ മുകളിലോട്ട് മൂവ് ചെയ്യത്തുള്ളൂ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ആ തീറ്റ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇതുണ്ടോ, ഈ ബീറ്റയുടെ ആംഗിൾ പൈ ആകണമെങ്കിൽ അവിടെ തീറ്റയെ റൊട്ടേഷൻ വേണ്ടി വന്നു. ക്യാമിൻ്റെ റൊട്ടേഷൻ തീറ്റയെ നടന്നാലേ ഇവിടെ ബീറ്റയുടെ ആംഗിൾ പൈ ആകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫോർ എനി പർട്ടിക്കുലർ ബീറ്റ ആംഗിൾ ഏതെങ്കിലും ഒരു ബീറ്റ ആംഗിൾ സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ബീറ്റ ആംഗിൾ ഒരു എക്സ്പ്രഷൻ എഴുതണമെങ്കിൽ നമുക്ക് പൈ ബൈ തീറ്റ എ ഇൻറ്റു കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് ക്യാം ആംഗിൾ, അങ്ങനെ ആയിരിക്കും നമ്മൾ അതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതുന്നത്. സോ ഈ ക്യാം തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കവിടെ ആ പാർട്ടിക്കിൾ ഈ ബീറ്റ ആംഗിൾ മൂവ് ചെയ്യത്തുള്ളൂ. കേട്ടോ, ക്യാം തട്ടുന്നതനുസരിച്ചാണ് ഈ ഫോളോവർ മുകളിലോട്ട് മൂവ് ചെയ്യുന്നത്. സോ ഈ ആംഗിൾ ഇവിടെ ഒരു ബീറ്റ ആംഗിൾ വരണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യാമിലൊരു റൊട്ടേഷൻ കിട്ടിയാലേ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് ബീറ്റയ്ക്ക് നമുക്ക് ഈ രീതിയിൽ നമുക്കൊരു എക്സ്പ്രഷൻ നമുക്ക് എഴുതാം. ഓക്കെ, ഫ്രം ദിസ് നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് നമ്മൾ ബീറ്റയുടെ ഈ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഇതിനെ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് നെയിം ചെയ്യാം. സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 1. ഇതിന് ഇക്വേഷൻ 1 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഈ വാല്യൂ ബീറ്റയുടെ ഈ വാല്യൂ നമുക്ക് ഈ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു, y ഈക്വൽ ടു എക്സ് ബൈ 2 ഇൻറ്റു 1 മൈനസ് കോസ് ബീറ്റ ആയിരുന്നു നമ്മുടെ ആൻസർ. എക്സ് ബൈ 2 ഇൻറ്റു 1 മൈനസ് കോസ് ബീറ്റയ്ക്ക് പകരം നമ്മൾ ഈ വാല്യൂ ഉപയോഗിക്കുന്നു. കോസ് ബീറ്റയ്ക്ക് പകരം നമ്മൾ എഴുതുന്നു പൈ ബൈ തീറ്റ എ ഇൻറ്റു തീറ്റ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓൾറെഡി അറിയാം തീറ്റയ്ക്ക് നമുക്ക് ഒമേഗ ടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. തീറ്റ ഇസിക്കൽ ടു ഒമേഗ ടി ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഒമേഗ ടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സോ ഇക്വേഷൻ വിൽ ബിക്കം എക്സ് ബൈ 2 മൾട്ടിപ്ലൈഡ് ബൈ 1 മൈനസ് കോസ് പൈ ഒമേഗ ടി ബൈ തീറ്റ എ, ഇങ്ങനെ നമുക്ക് കിട്ടുന്നു. ഓക്കെ, സോ ഇതാണ് നമുക്ക് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് കണ്ടെത്തേണ്ടത് എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി. സോ നമുക്ക് എഴുതാം വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഇക്വേഷൻ
ഇത് ഇക്വേഷൻ 2 ആയിട്ട് നമുക്ക് എഴുതാം. സോ നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇക്വേഷൻ 2 ആണ് വെലോസിറ്റിയുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു ടൈം നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് വെലോസിറ്റി കിട്ടും. ഓക്കെ, സോ ഇവിടെ ഒരു കാര്യം നോക്കുക. ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ അത് തീറ്റ എക്ക് കറസ്പോണ്ട് കേട്ടോ, x/2 × 1 - cos pi ωt by തീറ്റ എ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ തീറ്റ എ എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട് സ്ട്രോക്കിൻ്റെ ആംഗിളാണ്. മനസ്സിലായല്ലോ? സോ തീറ്റ എ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഔട്ട് സ്ട്രോക്ക് നടക്കുന്ന ആംഗിളാണ് തീറ്റ എ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റിയാണ് നമുക്കിപ്പോൾ കിട്ടാൻ പോകുന്നത്. സോ അതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എഴുതുന്നു. വെലോസിറ്റി VA = dy/dt, that will be equal to d/dt of x/2 × 1 - cos pi ωt by തീറ്റ എ. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ വാല്യൂ കിട്ടും. സോ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നു. x/2 × sin pi ωt ഡിവൈഡഡ് ബൈ തീറ്റ എ, ഇങ്ങനെ കിട്ടുന്നു. ഓക്കെ, എന്നിട്ട് ഇതിനെ ഇൻറ്റു തീർന്നില്ല, ഇൻറ്റു നമ്മൾ ഡിഫറൻഷിയേഷൻ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ഈ ടേംസും കൂടെ നമുക്ക് ആഡായിട്ട് വരും. സോ x/2 × sin pi ωt by തീറ്റ എ ഇൻറ്റു pi ω by തീറ്റ എ. സോ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടും. pi ω x/2 തീറ്റ എ ഇൻറ്റു sin pi ωt by തീറ്റ എ. സോ ഇതാണ് നമുക്ക് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ ഈ എക്സ്പ്രഷൻ നോക്കിക്കുക, ഇതൊരു സൈൻ ടേമാണ് നമുക്ക് കിട്ടുന്നത്. സോ സൈൻ ടേം ആയതുകൊണ്ട് തന്നെ ആ വെലോസിറ്റിയുടെ കർവ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു സൈൻ കർവായിട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് ഇനി അതിൻ്റെ വെലോസിറ്റി നമുക്കൊന്ന് എഴുതാം. വെലോസിറ്റി ഈസ് എ സൈൻ വെലോസിറ്റി കർവ് ഈസ് സൈൻ കർവ്. സോ ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഇതിൻ്റെ മാക്സിമം വെലോസിറ്റിയാണ്. സോ ഇനി നമുക്ക് ഈ വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ എത്ര വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ എക്സ്പ്രഷനാണ്. pi ω x/2 തീറ്റ എ sin pi ωt by തീറ്റ എ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. സോ ഇതിൽ മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ നമ്മുടെ സൈൻ്റെ ടേം 1 ആകണം അല്ലേ. sin pi ωt തീറ്റ എ 1 ആയാൽ നമുക്ക് വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ കിട്ടത്തുള്ളൂ. സോ നമുക്ക് അതൊന്ന് എഴുതാം. വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ കിട്ടാൻ വേണ്ടി നമുക്ക് sin pi ωt by തീറ്റ എ എന്നുള്ള ഈ കാര്യം നമുക്ക് 1 വന്നാലേ നമുക്ക് അതിൻ്റെ മാക്സിമം വാല്യൂ കിട്ടത്തുള്ളൂ. 1 എന്ന് വെച്ചാൽ sin pi/2 1 ആണ് അല്ലേ. സോ നമ്മൾ ഇതിനെ ഈ രീതിയിൽ നമുക്ക് വേണേൽ എഴുതാം. കണ്ടോ, sin pi/2 എന്ന് പറയുന്നത് 1 ആണ്. സോ ഈ sin pi ωt by തീറ്റയുടെ വാല്യൂ = sin pi/2 വന്നാൽ നമുക്ക് ആ വെലോസിറ്റിക്ക് മാക്സിമം വാല്യൂ നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഈ രണ്ടിടത്ത് സൈൻ ഉണ്ട്, ഈ രണ്ടിടത്തെയും സൈൻ ഒഴിവാക്കി നമ്മൾ ഈ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുകയാണ് അടുത്തായിട്ട് ചെയ്യുന്നത്. ദെയർഫോർ നമുക്ക് ഇങ്ങനെ എഴുതാം. pi ωt by തീറ്റ എ = pi/2 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ അതിൽ നിന്ന് നമുക്ക് ഈ പൈയും ക്യാൻസൽ ആവും. ഫ്രം ദിസ് ωt നമുക്ക് ഇങ്ങനെ എഴുതാം. ωt by തീറ്റ എ = 1/2 എന്നുള്ള എക്സ്പ്രഷൻ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എഴുതാം. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ωtക്ക് നമുക്കറിയാം അല്ലേ. നമ്മുടെ ωt എന്ന് പറയുന്നത് തീറ്റ = ωt അല്ലേ. നമ്മൾ ഓൾറെഡി നേരത്തെ ഈ തീറ്റയ്ക്ക് വരെ ωt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇവിടെ ωt മുകളിൽ കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. തീറ്റ ബൈ തീറ്റ എ = 1/2 എന്ന് വേണമെങ്കിലും എഴുതാം. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. തീറ്റ തീറ്റ എ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് തീറ്റയുടെ വാല്യൂസ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. സോ നമുക്ക് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് മാക്സിമം വാല്യൂ വെലോസിറ്റിയാണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. സോ VA max
വി എ മാക്സ് ഈക്വൽ ടു വി എ മാക്സിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? വി എ മാക്സിൻ്റെ വാല്യൂ വി എയുടെ മാക്സിമം വാല്യൂ നമുക്ക് എത്രയാണ് വരുന്നത്? വി എയുടെ മാക്സിമം വാല്യൂ വരണമെങ്കിൽ ഈ സൈൻ്റെ വാല്യൂ 1 ആകണം അല്ലേ? സൈൻ്റെ വാല്യൂ 1 ആയാലും നമുക്ക് ആകെ കിട്ടുന്ന ആൻസർ എന്തുവാ? പൈ ഒമേഗ എക്സ് ബൈ 2θ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ മാക്സിമം വാല്യൂ വി എ മാക്സ് എന്ന് പറയുന്നത്. വി എ മാക്സിൻ്റെ മാക്സിമം വാല്യൂ പൈ ഒമേഗ എക്സ് ബൈ 2θ എന്നുള്ളതാണ് നമ്മുടെ മാക്സിമം വാല്യൂ. ഓക്കെ, സോ ഈ രീതിയിലാണ് നമുക്ക് മാക്സിമം വെലോസിറ്റി, ഇതാണ് മാക്സിമം വെലോസിറ്റിയുടെ ഫോർമുല വി മാക്സ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ നമ്മൾ മാക്സിമം വെലോസിറ്റി കണ്ടീഷൻ കിട്ടാൻ വേണ്ടി നമുക്കറിയാം നമ്മുടെ ഈ സൈൻ ആംഗിൾ ഇതാണ് വെലോസിറ്റിയുടെ ഫോർമുല സൈൻ ഓഫ് പൈ ഒമേഗ ടി ബൈ തീറ്റ എ. സോ അത് കിട്ടാൻ വേണ്ടി മാക്സിമം വെലോസിറ്റി കിട്ടണമെങ്കിൽ നമുക്ക് ഈ സൈനിൻ്റെ വാല്യൂ ഇവിടെ ഉള്ളതിന് ഈ സൈനിൻ്റെ വാല്യൂ നമുക്ക് 1 ആയി കിട്ടിയാലേ മാക്സിമം വെലോസിറ്റി കിട്ടത്തുള്ളൂ. സോ സൈൻ്റെ വാല്യൂ ഈ സൈൻ ടേം മൊത്തത്തിൽ 1 കിട്ടിയാലേ ഇവിടെ സൈൻ്റെ വാല്യൂ 1 കിട്ടാൻ വേണ്ടി, അങ്ങനെ കിട്ടണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ സൈൻ പൈ ബൈ 2 ആയിരിക്കണം. സൈൻ പൈ ബൈ 2 ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ 1 കിട്ടത്തുള്ളൂ. ഓക്കെ, സോ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് നമുക്കിത് കിട്ടിയത്. സൈൻ പൈ ഒമേഗ ടി ബൈ തീറ്റ ഈസിക്കൽ സൈൻ പൈ എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ കണ്ടീഷൻസ് എല്ലാം തന്നെ കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ഇതിൽ നിന്ന് ക്യാമിൻ്റെ ആംഗിൾ തീറ്റ എ ബൈ 2 ആകുമ്പോഴാണ് നമുക്ക് മാക്സിമം വെലോസിറ്റി കിട്ടുന്നത്. കണ്ടോ, നമ്മൾ ഈ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സൈൻ ഓഫ് നമ്മുടെ വെലോസിറ്റി, സൈൻ ഓഫ് ഇതാണ് ഈ സൈൻ്റെ ഈ ടേം 1 ആയാലേ നമുക്ക് മാക്സിമം വെലോസിറ്റി കിട്ടത്തുള്ളൂ. സോ സൈൻ്റെ ടേം 1 ആകണമെങ്കിൽ നമ്മളതിനെ സൈൻ പൈ ബൈ 2 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ ഈ കാര്യങ്ങൾ ഇത്രയും കണ്ടുപിടിച്ചപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ആ സമയത്ത് തീറ്റ എന്നുള്ള ആംഗിൾ തീറ്റ ബൈ 2 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇതിൽ വെലോസിറ്റി മാക്സിമം ആകുന്നത് ആംഗിൾ ഓഫ് അസെൻറ്റിൻ്റെ ഒരു പകുതി, ഒരു മിഡിൽ പോർഷനിൽ ആകുമ്പോഴാണ് നമുക്ക് മാക്സിമം വെലോസിറ്റി കിട്ടുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി, തീറ്റ എ എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഈ ഒരു ആംഗിളാണ്. കണ്ടോ, എ തൊട്ട് എച്ച് വരെയുള്ള ആംഗിളാണ് തീറ്റ എ. സോ അതിൻ്റെ പകുതിയിലായിരിക്കും നമുക്ക് മാക്സിമം വെലോസിറ്റി കിട്ടുന്നത്. അതാണ് ഇവിടെ മാക്സിമം വെലോസിറ്റി. കണ്ടോ, ഈ തീറ്റ എ ഓൾമോസ്റ്റ് ഒരു നടുക്കത്തെ പോർഷൻ ഇതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മിഡിൽ പോർഷൻ, അതിൻ്റെ പകുതിയിലാണ് നമുക്ക് മാക്സിമം വെലോസിറ്റി കിട്ടുന്നത്. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെയാണ് ഈ മാക്സിമം വെലോസിറ്റിയുടെ വാല്യൂ. ഈ വി എ എന്നുള്ള വാല്യൂ ആണ് നമുക്ക് ലാസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. വി എ മാക്സ് ഇസിക്കൽ ടു പൈ ഒമേഗ എക്സ് ബൈ 2θ എ എന്ന് കിട്ടിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം ഈ വെലോസിറ്റിയുടെ ടേം നമുക്ക് സൈൻ്റെ ടേമാണ് കിട്ടുന്നത്. സൈൻ്റെ ടേം ആയതുകൊണ്ട് ഇത് ഒന്നോർത്താൽ മതി, സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്, സൈൻ 180 എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഈ വെലോസിറ്റി ഡയഗ്രത്തിലെ ഈ രണ്ട് എൻസ്, ഇത് 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇതും വെലോസിറ്റിയുടെ വാല്യൂ 0 കിട്ടി, ഇത് സൈൻ 180ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വെലോസിറ്റിയുടെ വാല്യൂ ഇവിടെയും 0 ആണ് കിട്ടുന്നത്. ഈ പൈ ബൈ 2 എന്നുള്ള പൊസിഷനിലാണ്, അല്ലെങ്കിൽ ഈ തീറ്റ എ ബൈ 2, ഈ തീറ്റ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് തീറ്റ എ ബൈ 2 ഓൾമോസ്റ്റ് ഈ ഒരു പൊസിഷൻ വരും, ഞാൻ ഈ കർസർ വെച്ചിരിക്കുന്ന പൊസിഷൻ. സോ ആ ഒരു പൊസിഷനിലാണ് നമുക്ക് മാക്സിമം ആയിട്ടുള്ള വെലോസിറ്റി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മുടെ മാക്സിമം വെലോസിറ്റിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് എഴുതാം. സോ വി എ മാക്സ് ഇതാന്ന് കിട്ടി. പിന്നെ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ വി എ ഈസിക്കൽ ടു 0 അറ്റ് ആംഗിൾ തീറ്റ ഈസിക്കൽ ടു 0 ആൻഡ് തീറ്റ ഈക്വൽ ടു പൈ അല്ലേ? തീറ്റ ഈസിക്കൽ 0നും തീറ്റ ഈസിക്കൽ പൈയിലും നമുക്ക് വി എയുടെ വാല്യൂ 0 ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് അടുത്തതായിട്ട് കിട്ടിയ കാര്യങ്ങൾ. ഓക്കെ, ഇവിടെ ഓർത്താൽ മതി, ഇത് തീറ്റയുടെ വാല്യൂ 0 ആണ്, ഇവിടെ തീറ്റയുടെ വാല്യൂ 0 ആണ്, ഇവിടെ തീറ്റയുടെ വാല്യൂ പൈ ആണ്. സോ രണ്ടിടത്തും നമുക്ക് ഏറ്റവും ലീസ്റ്റ് വെലോസിറ്റി 0 വെലോസിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ നേർ പകുതിയിൽ തീറ്റ എ ബൈ 2 എന്നുള്ള ആ പൊസിഷനിലാണ് നമുക്ക് മാക്സിമം വെലോസിറ്റി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ. Expression for acceleration. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തത് എന്തുവാ? നമ്മൾ വെലോസിറ്റിയെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി അല്ലേ? സോ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന എൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷനാണ് അല്ലേ? വി എ. ഈ വി എ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഔട്ട് സ്ട്രോക്കിൻ്റെ വെലോസിറ്റിയാണ്, ഔട്ട് സ്ട്രോക്കിലുള്ള വെലോസിറ്റിയാണ് വി എ അല്ലേ?
ഔട്ട്സ്ട്രോക്കിലുള്ള വെലോസിറ്റിയാണ് വി എ. സോ ഔട്ട്സ്ട്രോക്കിലുള്ള വെലോസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സിലറേഷനാണ് ഞാനിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അത് ഞാൻ എഫ് എ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ എഫ് എ ഈക്വൽ ടു ഡി വി എ ബൈ ഡി ടി, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് നമ്മുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ പൈ ഒമേഗ എക്സ് ബൈ 2 തീറ്റ എ സൈൻ പൈ ഒമേഗ ടി ബൈ തീറ്റ 0, സോറി തീറ്റ എ. ഓക്കെ ഇത് ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ. ഓക്കെ, സോ നമ്മളിതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടുന്നു. ദാറ്റ് വിൽ ബി ഈക്വൽ ടു പൈ സ്ക്വയർ ഒമേഗ സ്ക്വയർ എക്സ് ബൈ 2 തീറ്റ എ സ്ക്വയർ കോസ് ഓഫ് പൈ ഒമേഗ ടി ബൈ തീറ്റ എ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു, എക്സ് ബൈ 2 ഇൻറ്റു പൈ ഒമേഗ ബൈ തീറ്റ എ ദ ഹോൾ സ്ക്വയർ കോസ് പൈ തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ എ. സോ ഇങ്ങനെയാണ് നമുക്ക് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. എഫ് എ എന്നുള്ള വാല്യൂ ആണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ഒരു കൊസൈൻ കർവാണ് അല്ലേ. കോസ് ഫംഗ്ഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. കോസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് കോസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ദ ആക്സിലറേഷൻ കർവ് ഇസ് എ കൊസൈൻ കർവ് എന്ന് നമുക്ക് പറയാം. മാത്രമല്ല ഇതിൻ്റെ ആക്സിലറേഷൻ വിൽ ബി മാക്സിമം. എപ്പോഴാണ് ആക്സിലറേഷൻ മാക്സിമം ആകുന്നത്? ആക്സിലറേഷൻ മാക്സിമം ആകണമെങ്കിൽ കോസിൻ്റെ വാല്യൂ 1 ആകണം അല്ലേ. സോ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, for maximum the acceleration will be maximum, the acceleration will be maximum when നമ്മുടെ കോസ് ഫംഗ്ഷൻ, കോസിൻ്റെ വാല്യൂ കോസ് ഓഫ് പൈ തീറ്റ ബൈ തീറ്റ എ ഈക്വൽ ടു 1 വരണം. ഇതിൻ്റെ വാല്യൂ 1 ആകുമ്പോഴാണ് ആക്സിലറേഷൻ നമുക്ക് മാക്സിമം വരുന്നത്. സോ അത് 1 ആകണമെങ്കിലുള്ള കണ്ടീഷൻ എന്തുവാ? സോ അത് 1 ആകണമെങ്കിൽ നമ്മുടെ തീറ്റയുടെ വാല്യൂ തീറ്റ ഇസിക്കൽ ടു ഒന്നെങ്കിൽ തീറ്റ ഇസിക്കൽ ടു 0 ആകണം, ഓർ തീറ്റ ഇസിക്കൽ ടു പൈ ആകണം അല്ലേ. ഈ രണ്ട് കണ്ടീഷനിലേ അതങ്ങനെ സംഭവിക്കത്തുള്ളൂ, ശരിയല്ലേ. സോ അറ്റ് ദ ബിഗിനിങ് എന്ന് വെച്ചാൽ തീറ്റ ഇസിക്കൽ ടു 0 എന്ന് പറയുന്നത് അറ്റ് ദ ബിഗിനിങ് ആണ്, തീറ്റ ഇസിക്കൽ ടു പൈ എന്ന് പറയുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രോക്ക് ആണ് അല്ലേ. സോ ഈ രണ്ട് കണ്ടീഷനിലാണ് ആക്സിലറേഷൻ്റെ വാല്യൂ മാക്സിമം നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല നമുക്ക് ആ മാക്സിമം വാല്യൂ ഓഫ് ആക്സിലറേഷൻ എഫ് എ മാക്സ് എത്ര വരും എന്നറിയാൻ നോക്കുക. ഇതാണ് നമ്മുടെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് ഈ കോസ് 1 കോസിൻ്റെ വാല്യൂ, ഈ കോസ് ഓഫ് ദിസ് ആംഗിൾ 1 വരുമ്പോഴാണ് നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുന്നത്. സോ ആ മാക്സിമം വാല്യൂ എത്ര വരും? എക്സ് ബൈ 2 ഇൻറ്റു പൈ ഒമേഗ ബൈ തീറ്റ എ ദ ഹോൾ സ്ക്വയർ, അതാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. സോ അതാണ് നമ്മുടെ മാക്സിമം വാല്യൂ. സോ എഫ് എ മാക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 2 ഇൻറ്റു പൈ ഒമേഗ ബൈ തീറ്റ എ ദ ഹോൾ സ്ക്വയർ. സോ ഇതാണ് മാക്സിമം വാല്യൂ ഓഫ് ദ ആക്സിലറേഷൻ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കാണാൻ സാധിക്കും. ഇത് കോസ് ഫംഗ്ഷനാണ് അല്ലേ. ഇതിൻ്റെ വാല്യൂ അപ്പം മിനിമം വരുന്നത് എപ്പോഴാണ്? ഇതിൻ്റെ എന്ന് വെച്ചാൽ ആക്സിലറേഷൻ്റെ വാല്യൂ ഏറ്റവും മിനിമം വരുന്നത് എപ്പോഴായിരിക്കണം? ഇത് കോസ് ഫംഗ്ഷനാണ്. കോസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ തീറ്റയുടെ വാല്യൂ, നമുക്കിപ്പോൾ മനസ്സിലായി തീറ്റയുടെ വാല്യൂ 0യിലും പൈയിലുമാണ് മാക്സിമം വാല്യൂ നമുക്ക് കിട്ടിയത്, ആക്സിലറേഷൻ്റെ വാല്യൂ മാക്സിമം കിട്ടിയത് അല്ലേ. അപ്പോൾ അതിൻ്റെ മിനിമം വാല്യൂ എപ്പോഴായിരിക്കും കിട്ടേണ്ടത്? ഈ കോസിൻ്റെ വാല്യൂ 0 ആകുമ്പോഴാണ് നമുക്ക് മിനിമം വാല്യൂ കിട്ടുന്നത്, ശരിയല്ലേ. കോസിൻ്റെ വാല്യൂ 0 ആകണമെങ്കിൽ അവിടെ ഉള്ള ആംഗിൾ എത്രയായിരിക്കണം? അവിടെയുള്ള ആംഗിൾ π/2 ആയിരിക്കണം അല്ലേ. സോ നമുക്ക് പറയാൻ പറ്റും ആക്സിലറേഷൻ വിൽ ബി 0 അറ്റ് ദ മിഡ് ഓഫ് ദ സ്ട്രോക്ക്. എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞു വെലോസിറ്റി ഇത് കണ്ടോ, ഇതിൻ്റെ നേരത്തെ വെലോസിറ്റി കണ്ടുപിടിച്ചപ്പോഴത്തേക്കും ഈ തീറ്റ എ ബൈ 2ൻ്റെ പകുതി ആംഗിൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ആംഗിൾ തീറ്റ എ ബൈ 2ലായിരുന്നു നമുക്ക് മാക്സിമം വെലോസിറ്റി കിട്ടിയതെങ്കിൽ ആക്സിലറേഷൻ്റെ കേസിൽ നേരെ തിരിയും. ആക്സിലറേഷൻ്റെ കേസിൽ
ഇതിൻ്റെ ഈ ഔട്ട് സ്ട്രോക്കിൻ്റെ പകുതിയിലായിരിക്കും നമുക്ക് ഏറ്റവും മിനിമം ആക്സിലറേഷൻ കിട്ടുന്നത്. കണ്ടോ? ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മതി. ഈ ഫിഗർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഈ രണ്ട് ഫിഗർ കമ്പയർ ചെയ്തേ. കണ്ടോ? നേരത്തെ നമുക്ക് ഈ θa/2 ഇവിടെ ആയിരുന്നു കിട്ടിയത് അല്ലേ? θa/2 ഓൾമോസ്റ്റ് മിഡിലാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാക്സിമം വെലോസിറ്റി കിട്ടിയത് ഈ രണ്ട് എൻസിലും അല്ലേ? നേരത്തെ നമ്മുടെ സൈൻ ഫംഗ്ഷൻ ആയിരുന്നു. രണ്ട് എൻസിലും നമുക്ക് വെലോസിറ്റിയുടെ വാല്യൂ 0 ആയി കിട്ടിയത്. പക്ഷേ ആക്സിലറേഷൻ വന്നപ്പോൾ അത് കോസ് ഫംഗ്ഷനായി. കോസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് കോസ് ഓഫ് 0 നമുക്ക് 1 ആയിട്ടാണ് കിട്ടുന്നത് അല്ലേ? കോസ് ഓഫ് 0 1 ആയതുകൊണ്ട് ആക്സിലറേഷൻ്റെ വാല്യൂ ഏറ്റവും മാക്സിമം കിട്ടുന്നത് നമുക്ക് 0യിലും ഈ 180 ഡിഗ്രീസിലും ആയിരിക്കും. സോ ദിസ് കറസ്പോണ്ട്സ് ടു 0 ഡിഗ്രി ആൻഡ് ദിസ് കറസ്പോണ്ട്സ് ടു 180 ഡിഗ്രി. ഇതിൻ്റെ മിഡിൽ പൊസിഷൻ ഏതാ എന്ന് വെച്ചാൽ നമ്മുടെ π/2 ആംഗിൾ അല്ലേ? π/2 ആംഗിളിലായിരിക്കും നമുക്ക് ഏറ്റവും മിനിമം ആയിട്ടുള്ള ആക്സിലറേഷൻ. ദാറ്റ് എന്ന് വെച്ചാൽ ആ ആക്സിലറേഷൻ ഇവിടെ കണ്ടോ 0 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ മിഡിൽ പോർഷനിലാണ് നമുക്ക് ആക്സിലറേഷൻ്റെ വാല്യൂ ഏറ്റവും മിനിമം കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കിത് എഴുതാൻ പറ്റും. ആക്സിലറേഷൻ വിൽ ബി മിനിമം. ആക്സിലറേഷൻ വിൽ ബി 0 അറ്റ് ദ മിഡിൽ ഓഫ് ദ സ്ട്രോക്ക് എന്ന് നമുക്ക് എഴുതാം. സോ നമുക്കൊന്ന് എഴുതാം. Acceleration will be minimum at the mid of stroke. എന്ന് വെച്ചാൽ that is theta is equal to θa/2. θa/2ൻ്റെ പകുതിയിൽ θa ഏതാ? θa എന്ന് വെച്ചാൽ ഔട്ട് സ്ട്രോക്ക് എടുത്ത ആംഗിൾ. കണ്ടോ? ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ആംഗിളാണ് ഔട്ട് സ്ട്രോക്ക്. അതിൻ്റെ പകുതിയിൽ θa/2 അല്ലേ? എന്ന് വെച്ചാൽ ഇവിടെ മിഡിൽ പൊസിഷൻ. ഈ ആക്സിലറേഷൻ കാര്യത്തിൽ ഈ മിഡിൽ പൊസിഷൻ. സോ ഈ പൊസിഷൻ എന്ന് പറയുന്നത് θa/2 ആണ്. സോ ആ ഒരു പൊസിഷനിലായിരിക്കും നമുക്ക് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ആക്സിലറേഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഓക്കെ. സോ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന വെലോസിറ്റി ആക്സിലറേഷൻ ഏത് പോർഷനിലെയാണ്? ഈ വെലോസിറ്റി എന്ന് പറയുന്നത് ഏതാ? വി എക്ക് വി എ എന്നാണ് നമ്മൾ വെലോസിറ്റി ഇൻഡിക്കേറ്റ് ചെയ്തത്. അത് വി എ എന്ന് പറയാൻ കാരണം നമ്മൾ കണ്ടോ θaക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വി എ കണ്ടോ? ഈ ഔട്ട് സ്ട്രോക്കിലെ വെലോസിറ്റി നമുക്കിപ്പോൾ കിട്ടിയത്. അതുപോലെ തന്നെ ഔട്ട് സ്ട്രോക്കിലെ ആക്സിലറേഷനാണ് നമുക്ക് കിട്ടിയത് അല്ലേ? അതാണ് നമ്മൾ വി എ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഔട്ട് സ്ട്രോക്കിലെ വെലോസിറ്റി വി എ ആയിട്ട് എഴുതി. അതുപോലെ തന്നെ താഴെ നോക്കിയാൽ മതി, ഔട്ട് സ്ട്രോക്കിലെ ആക്സിലറേഷനാണ് നമുക്ക് എഫ് ഐ കിട്ടിയത് അല്ലേ? ഇനിയും റിട്ടേൺ സ്ട്രോക്കിലെ വെലോസിറ്റിയും റിട്ടേൺ സ്ട്രോക്കിലെ ആക്സിലറേഷൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ സ്ട്രോക്കിൻ്റെ വെലോസിറ്റിയും റിട്ടേൺ സ്ട്രോക്കിൻ്റെ ആക്സിലറേഷനും കിട്ടാൻ നമ്മൾ വലിയ ചേഞ്ചസ് ഒന്നും തന്നെ വരുന്നില്ല ഫോർമുലയിൽ. റിട്ടേൺ സ്ട്രോക്കിൻ്റെ വെലോസിറ്റിയും റിട്ടേൺ സ്ട്രോക്കിൻ്റെ ആക്സിലറേഷൻ കിട്ടാൻ വേണ്ടി ഇവിടെ റിട്ടേൺ സ്ട്രോക്കിൻ്റെ ആംഗിൾ എത്രയാണെന്ന് നോക്കുക. റിട്ടേൺ സ്ട്രോക്കിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് θd ആണ് അല്ലേ? θd ആയതുകൊണ്ട് റിട്ടേൺ സ്ട്രോക്കിലെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഈ θaക്ക് പകരം θd സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കണ്ടോ? എവിടെയൊക്കെ θa വരുന്നു അവിടെയൊക്കെ θd സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നോക്കുക. ആക്സിലറേഷൻ്റെ ഇക്വേഷനകത്ത് എവിടെയൊക്കെ θa വരുന്നുണ്ടോ അവിടെയൊക്കെ θd സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇത്രയും ചെയ്താൽ നമുക്ക് വെലോസിറ്റിയും ആക്സിലറേഷനും നമുക്ക് റിട്ടേൺ സ്ട്രോക്കിൻ്റെ വെലോസിറ്റിയും ആക്സിലറേഷനും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സോ ഒന്നുകൂടെ പറയാം, നമ്മുടെ വെലോസിറ്റി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ ഔട്ട് സ്ട്രോക്കിൻ്റെ വെലോസിറ്റിയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ ഔട്ട് സ്ട്രോക്കിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ കാണിച്ചിരിക്കുന്നതാണ് ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഇക്വേഷനകത്ത് θa 2 പ്രാവശ്യം വരുന്നുണ്ട് അല്ലേ? സോ ഈ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഔട്ട് സ്ട്രോക്കിൻ്റെ വെലോസിറ്റിയാണ്. ഇനി നമുക്ക് റിട്ടേൺ സ്ട്രോക്കിൻ്റെ വെലോസിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ θaക്ക് പകരം θd എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെയും θd സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെയും θd സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. θd എന്ന് പറയുന്നത് റിട്ടേൺ സ്ട്രോക്കിൽ എടുക്കുന്ന ആ ആംഗിളാണ് θd. ക്യാം എടുക്കുന്ന ആംഗിളാണ് θd. സോ അതുപോലെ തന്നെ ആക്സിലറേഷൻ്റെ ഇക്വേഷനകത്തും ഈ θa വരുന്നിടത്തെല്ലാം θd സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ബി ഗെറ്റിംഗ് ദ ആക്സിലറേഷൻ കമ്പോണൻറ്റ് ഡ്യൂറിങ് ദ റിട്ടേൺ സ്ട്രോക്ക്. ഓക്കെ. സോ അങ്ങനെയാണ് നമുക്കത് കിട്ടുന്നത്. സോ ഇവിടുത്തെ മാക്സിമം വെലോസിറ്റി, റിട്ടേൺ സ്ട്രോക്കിലെ മാക്സിമം വെലോസിറ്റിയുടെ ഫോർമുല എന്ത് വരും? ഇതാണ് ഫോർവേഡ് സ്ട്രോക്കിലെ മാക്സിമം വെലോസിറ്റി അല്ലേ? ഫോളോവർ മുകളിലോട്ട് മൂവ് ചെയ്തപ്പോൾ ഫോർവേഡ് സ്ട്രോക്ക് നടന്നു. ആ സമയത്തുള്ള മാക്സിമം വെലോസിറ്റിയാണ് πω/x/2 θa അല്ലേ? അപ്പോൾ റിട്ടേൺ സ്ട്രോക്കിലെ മാക്സിമം വെലോസിറ്റി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റിട്ടേൺ സ്ട്രോക്കിന് മാക്സിമം വെലോസിറ്റി നമുക്കിങ്ങനെ എഴുതാം. വി ഡി മാക്സ് എന്ന് എഴുതുവാണെങ്കിൽ നമുക്കിങ്ങനെ കിട്ടും. വി ഡി റിട്ടേൺ സ്ട്രോക്കിലെ മാക്സിമം വെലോസിറ്റി വി ഡി മാക്സ് ഇസ് ഇക്വൽ ടു πω/x/2 θd എന്ന് എഴുതിയാൽ മതി. സോ ദിസ് റെപ്രസെൻറ്റ്സ് ദ മാക്സിമം സ്ട്രോക്ക് ഡ്യൂറിങ് ദ റിട്ടേൺ സ്ട്രോക്ക്. മനസ്സിലായല്ലോ? സോ ഇതാണ് റിട്ടേൺ സ്ട്രോക്കിലെ മാക്സിമം വെലോസിറ്റി നമുക്ക് കിട്ടാനുള്ള ഇക്വേഷൻ. അതുപോലെ തന്നെ റിട്ടേൺ സ്ട്രോക്കിലെ മാക്സിമം ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ കിട്ടും? റിട്ടേൺ സ്ട്രോക്കിലെ മാക്സിമം ആക്സിലറേഷൻ എങ്ങനെ കിട്ടും? നമുക്ക് മാക്സിമം ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്തുവാ? ഫോർവേഡ് സ്ട്രോക്കിലെ മാക്സിമം ആക്സിലറേഷൻ്റെ ഇക്വേഷനാണ് FA max is equal to x/2 into
പൈ ഒമേഗ ബൈ തീറ്റ എ ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഈക്വേഷൻ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഫോർവേഡ് സ്ട്രോക്കിലെ മാക്സിമം വെലോസിറ്റിയാണ്, സോറി മാക്സിമം ആക്സിലറേഷനാണ്. ഇനി റിട്ടേൺ സ്ട്രോക്കിന് മാക്സിമം ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ ചെയ്താൽ മതി, ഈ തീറ്റയ്ക്ക് പകരം തീറ്റ ഡി എഴുതിയാൽ മതി, അപ്പോൾ റിട്ടേൺ സ്ട്രോക്കിൽ കിട്ടും. സോ ഇങ്ങനെ കിട്ടും, എഫ് ഡി മാക്സ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ 2 ഇൻറ്റു പൈ ഒമേഗ ബൈ തീറ്റ ഡി ദ ഹോൾ സ്ക്വയർ. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, നമുക്ക് റിട്ടേൺ സ്ട്രോക്കിലെ മാക്സിമം ആക്സിലറേഷൻ്റെ ഫോമുലയാണ്. ഇത് വെച്ച് നമുക്ക് റിട്ടേൺ സ്ട്രോക്കിലെ മാക്സിമം ആക്സിലറേഷൻ നമുക്ക് കണ്ടെത്താം. സോ ഈ എഫ് ഡി മാക്സ് ആണ് നമുക്ക് ഈ ഫിഗറിനകത്ത് ഈ താഴോട്ട് വരുന്നത്. കണ്ടോ എഫ് ഡി. സോ ഇതാണ് എഫ് ഡി മാക്സ്, ഇതും എഫ് ഡി മാക്സ് ആണ്. രണ്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഈ രീതിയിലാണ് നമുക്ക് എഫ് ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. സോ ഇതിൻ്റെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2-3 പ്രാവശ്യം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്സിലറേഷൻ, നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ ആക്സിലറേഷൻ്റെ പ്രോബ്ലത്തിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ഇത് ഡെറിവേഷൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.